പെണ്ണെ ഫ്ലാറ്റ് ഉണ്ട് പോവാൻ. അമ്പലപ്പറമ്പിലാണോ അവന്റെ ജെൻസ് കച്ചവടം എന്നൊരൊറ്റ ഡയലോഗും 3 പിക്കപ്പ് ലൈൻസും കൊണ്ട് മലയാളി ഓഡിയൻസിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച് നമ്മുടെ സ്വന്തം പശുരാജൻ. രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ പടം റിലീസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണണം. നമ്മുടെ പടം പടം. അപ്പോൾ എന്തായാലും പോയി കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂട്ടുകാരെയൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മുടെ പയ്യന്മാരുടെ ലൈഫുമായിട്ടൊക്കെ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫിലിമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, പൊളിക്കുക. കാണൂലേ? ചേട്ടൻ വന്നിട്ട് പിക്കപ്പ് ലൈൻ പറയാണ്ട് പോകാൻ പറ്റൂല. ഒരു പിക്കപ്പ് ലൈൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിനക്ക് തരാം മഞ്ച്, ഉച്ചയ്ക്ക് കഴിക്കും ലഞ്ച്, തരുമോ ഒരു ഫ്രഞ്ച്. താങ്ക് യു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മൂവി ക്ലബ്ബ് എപ്പോഴും നമുക്ക് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ സിനിമകൾ കണ്ട് ശീലിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ എന്താ പറയുക, നമ്മുടെ വിദ്യാഭ്യാസത്തിനൊപ്പം നമ്മുടെ അറിവുകളും കൂടെ വളർന്നൊരു മേഖലയാണ് സിനിമ. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും പഠിച്ചത് സിനിമയിലൂടെയാണ്. ഞാനും പഠിച്ചത് കുറേ കാര്യങ്ങൾ, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നമ്മൾ കുറേയൊക്കെ പഠിച്ചത് സിനിമയിലൂടെയാണ്. അപ്പോൾ നമുക്ക് എന്നും നല്ല സിനിമകൾ കാണാൻ പറ്റുകയാണെങ്കിൽ അതിന് ഒരു പ്രത്യേക തരം നമ്മുടെ സ്വഭാവത്തിലൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നു. അതുകൊണ്ട് ഇന്ന് ആനിമൽ കാണരുത്. ഓക്കെ, നല്ല സിനിമയാണ് ആനിമൽ, എനിക്കത് ഇഷ്ടപ്പെട്ടാണ്. അപ്പം സിനിമ എപ്പോഴും നമ്മളെ സ്വാധീനിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ ചെയ്ത സിനിമകളിൽ എന്നെ പേഴ്സണലായിട്ട് സ്വാധീനിച്ചതും ഇല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളെയും കുറേയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന സിനിമയാണ് ജയ ജയ. എനിക്ക് ഇപ്പോഴും ഇന്നും എന്നും എൻ്റെ ഇൻബോക്സിൽ എപ്പോഴും മെസ്സേജ് വരാറുണ്ട്. അപ്പം ഞാനത് പറഞ്ഞപ്പോൾ കുറേ ആണുങ്ങൾ വന്ന് പറഞ്ഞതാണ് ഈ പെണ്ണുങ്ങൾക്ക് മാത്രമേ വിഷമമുള്ളൂ, ആണുങ്ങൾക്കില്ലേ. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ വാഴ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ആണുങ്ങളുടെ ഒരു വിഷമമാണ് ഈ സിനിമ. നമുക്ക് ഇതിൻ്റെ എൻജോയ്മെൻറ്റ്, ഇതിൻ്റെ കോമഡി ഫൺ ഏരിയാസൊക്കെ ഉണ്ടെങ്കിലും ഇത് നിങ്ങളെ കരയിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ജയ ജയ അത്രയും കരയിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്, പക്ഷേ ഇത് ഷുവറായിട്ട് നിങ്ങളെ കരയിപ്പിക്കും. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം കാണുമ്പോഴും എല്ലാവർക്കും അത് ഇമോഷനാണ്. ഇന്നലെ ബേസിന് കരഞ്ഞിട്ടാണ് പോയത് വീട്ടിൽ, എന്താണെന്നറിയില്ല. അപ്പോൾ ഈ സിനിമ നമുക്ക് ഭയങ്കരമായിട്ട് കൊള്ളും. ഇതിൻ്റെ തമാശയൊക്കെ മാറ്റി വെച്ചാലും ഇതിൻ്റെ പൊളിറ്റിക്സ്, ഇതിൻ്റെ വാഴയായിട്ടുള്ള പുരുഷന്മാരെ കമ്പയർ ചെയ്യുന്നതിൻ്റെ ബന്ധങ്ങൾ, അച്ഛനുമായിട്ടുള്ള ബന്ധം, നമുക്ക് പലർക്കും അവരുടെ അച്ഛന്മാരുമായിട്ടുള്ള പല തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് മാറ്റം വരുത്താൻ നമ്മുടെ അച്ഛൻ ഇച്ചിരി ഒരു സ്ഫടികത്തിലെ തിലാഞ്ചേട്ടനെ പോലത്തെ ഒരു അച്ഛനൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും വിളിച്ച് കാണിക്കണം. ചിലപ്പോൾ മനസ്സൊക്കെ ഒന്ന് മാറും. അപ്പം സിനിമ നമ്മളെ സ്വാധീനിക്കും. അപ്പം നിങ്ങളുടെ കോളേജിലെ ഫിലിം ക്ലബ്ബിൽ നല്ല നല്ല സിനിമകൾ കാണാൻ പറ്റട്ടെ, അതിന് ഡിസ്കഷൻ ഉണ്ടാവട്ടെ. എല്ലാവർക്കും എൻ്റെ ആശംസകൾ.